അപ്പോൾ ഫ്രണ്ട്സ് ഗൈസ് അപ്പം നമ്മുടെ ഓൾ ഇൻ വണ്ണിലോട്ട് നമുക്ക് സ്വാഗതം ചെയ്യണേ. അപ്പം നമ്മുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പുതിയൊരു ഫോൺ വാങ്ങിച്ചു. അതായത് നമ്മുടെ Oppo A5X. Oppo A5 അല്ല, ഇപ്പം Oppo A6X അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ആ ഒരു റിവ്യൂ നമുക്ക് കാണിക്കാൻ പോണേണ് ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു സമയം കളയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓപ്പോയിലോട്ട് വിട്ടല്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ Oppo A5Xൻ്റെ ഓപ്പണിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്താലോ. നേരെ നമ്മൾക്ക് വരാം. ഒരു കൈ എവിടെയാണ് നമ്മളെ ഒരു ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ബില്ലും എന്താണ് അത് നമുക്ക് പിന്നെ പറയാം. ബില്ലെന്താണുള്ളത്, നമ്മൾ ആദ്യമായിട്ടാണ് മേടിച്ചത്. ഇത് ടാക്സിൻ്റെ കാര്യത്തിലാട്ടോ ചമര്, ടാക്സ് ഇൻവോയ്സിൻ്റെ ഒക്കെ കാര്യത്തിലാണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ മറ്റേ ഏകദേശം നമ്മൾക്ക് ഫോണിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ ചെയ്തു അതിനൊക്കെ കുറിച്ചാണ്. പിന്നെ രണ്ടാമത്തെ പേജിൽ എന്താണാവോ, രണ്ടാമത്തെ പേജിൽ ആദ്യത്തെ കാര്യം മറ്റേ സർവീസും കാര്യങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെയാണ്. അത് പിന്നെ നോക്കാം. അത് പിന്നെ നമുക്ക് ഇതിപ്പോൾ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് Oppo 5X തന്നെയാണ്. 5X ഇറക്കാനായിട്ട് എന്ത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിലൊരു കൂപ്പണൊക്കെ ഉണ്ട് കേട്ടോ മച്ചാന്മാർ. അവിടെ ചെന്ന ഒരു ലക്കി ഡ്രോയറിലൊക്കെ ഇട്ടതാണ്. അപ്പോൾ Oppo ഞാൻ അവിടെ വെച്ച് ഞാൻ പൊട്ടിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വീട്ടിൽ വെച്ച് എന്തായാലും പൊട്ടിക്കണമല്ലോ. നമ്മൾ തുറന്ന് നോക്കിയാലോ. ആദ്യം നമുക്കൊരു ഒപ്പോയുടെ പരസ്യം പോലത്തെ രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് കവറൊക്കെയാണെന്ന് തോന്നുന്നത്. കവറും കാര്യങ്ങളും മറ്റേതൊക്കെയാണ്. ഇതെന്താ സാധനം? എൻ്റെ പൊന്നു മച്ചാനെ, പൊതിച്ചോറ് വെച്ചേക്കണ പോലെ ഉണ്ട്. പൊതിച്ചോറ് വെച്ചേക്കണ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. അയ്യോ സോറി ഗൈസ്, അത് മറ്റേ ഇതിലോട്ട് നമ്മൾ റെഡ് ബട്ടൺ പോയി. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കിയാലോ. സാധനം നമുക്ക് അടിപൊളിയായിട്ട് വെയിറ്റ് ഒന്നും അത്ര എനിക്ക് തോന്നണില്ല കേട്ടോ പിടിച്ചിട്ട്. എനിക്ക് ഈ കളറല്ലായിരുന്നു കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്ത്. പക്ഷെ ഞാൻ നമ്മുടെ ഓപ്പോയുടെ പരസ്യത്തിൽ കൊടുത്തേക്കണ പോലത്തെ കളറാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അത് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ പറയുക, ആ ഒരു സ്റ്റോക്കൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ എടുത്ത് 5G ആണ്. അത് മറ്റേ ഉണ്ട് 4G ആണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ഇതൊക്കെ വന്നാൽ പിന്നെ നമ്മൾ പിന്നെ വേണ്ട 5G തന്നെ എടുത്ത്. അപ്പോൾ നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെ നേരത്തെ പവർ ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ട് പറയണതിന് മുമ്പ് തന്നെ പവർ ഓൺ ചെയ്യാൻ തുടങ്ങി. ഓപ്പോ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ അത് കവറാണ്. പിന്നെ അത് ഓപ്പൺ ആവണേന് വരെ ഇതിൻ്റെ അത് ചാർജറുണ്ട്. ചാർജർ ഞാൻ പിടിച്ച് നോക്കിയില്ല കേട്ടോ. ഇത്ര ഇതാണ് വോൾട്ട്, 45 വോൾട്ട്. നൈസ്. ആർക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. 45 വോൾട്ടാണിത്, 45 വോൾട്ടിൻ്റെ ചാർജർ. കേബിള് ടൈപ്പ് C ആണ്. പിന്നെ ഇപ്പോൾ അതെല്ലാ ഫോണും അതല്ല, ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ടെല്ലാം ടൈപ്പ് C ആണ്. പിന്നെ ഓപ്പണായി. പിന്നെ ഈ ഷൂട്ട് ചെയ്യണത് പഴയ മൊബൈൽ ഉണ്ട്, സാധാ ഇതാണ് ചാർജിങ്ങിൻ്റെ. നൈസ്, അടിപൊളി ഇതാണല്ലോ. പിന്നെ ചിലരൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യും, അതായത് ഫോൺ സ്ലോ ആണ്. ഇതൊക്കെയാണ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും പിന്നെ ആപ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സ്ലോ ആയി പോണത്. പിന്നെ നമ്മൾ കഴിവതും അത്ര ആപ്പൊന്നും ഉപയോഗിക്കാണ്ടിരിക്കണേ നല്ലത്.
അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മൾ എബൌട്ട് ഫോൺ നോക്കുമ്പോൾ ആദ്യത്തെ ഇതിൽ കാണിക്കണ പോലെ തന്നെ മറ്റേതിലൊക്കെ കാണിക്കണ പോലെ തന്നെ ഓപ്പണിങ് സമയത്ത് തന്നെ കാണിക്കണ പോലെ ഓപ്പോ 5A5X 5G. പിന്നെ കോളർ OS 15.0 എന്തൊക്കെയാണ് കാണിക്കണത്. ഇതിലെന്താണ് സത്യം? നല്ല അടിപൊളി കളറാണുള്ള സാധനം. പിന്നെ എനിക്ക് ഇത് മാറ്റണമെന്നുണ്ട്. മീൻസ് ഇങ്ങനെ എനിക്ക് നമ്മൾ പഴയ ഫോണിലൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് അതൊന്നും പറഞ്ഞ സമയങ്ങളുള്ള ഡിവൈസ് നെയിം ഇത് തന്നെ. പിന്നെ സ്റ്റോറേജും കാര്യങ്ങളിലും നോക്കുകയാണെങ്കിൽ 21.1 GB കാണുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ 64.0 GB ആണ്. സ്റ്റോറേജും കാര്യങ്ങളും നോക്കുമ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ടൈപ്പാണ്. പിന്നെ പ്രോസസ്സർ നോക്കുമ്പോൾ MediaTek Dimensity 6300 കാണിക്കണത്. പിന്നത്തെ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ റാം നോക്കുകയാണെങ്കിൽ 4 GB പ്ലസ് 1.00 GB എക്സ്ട്രാ ഉണ്ട്. പിന്നെ 64 GB ആണ്. ഞാൻ ഉദ്ദേശിച്ച GB എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 GB പ്ലസ് 128 സ്റ്റോറേജ് ഒക്കെയാണ് ഞാൻ നോക്കിയത്. അതായിരുന്നു ഞാൻ മറ്റേ കളറിൽ എടുക്കാൻ നോക്കിയത്. അത് പക്ഷേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിട്ട്. ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റാറ്റസൊക്കെ നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഒരു സിമ്മേ ഇടാൻ പറ്റുള്ളൂ എന്ന് തോന്നണം. ഇല്ല, 2 സിം ഇടാം. നൈസ്. 2 സിം ഇടാൻ പറ്റും. IMEI നമ്പറൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ സിം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ചെയ്ത് കാണിക്കാത്തത്. സിം ഇടണം. ഈ സിം തന്നെ ഇടാമെന്ന് ആലോചിക്കണേ. പിന്നെ നെറ്റ്വർക്കിൻ്റെ ഒക്കെ കാര്യത്തിൽ നോക്കുമ്പോൾ ഓരോരുത്തരും ഇപ്പം എനിക്ക് നെറ്റ്വർക്ക് എടുക്കാൻ പറ്റൂല. ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ റിങ്ങിങ്ങിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. സോറി മാറിയപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ് ആണ് വിത്ത് ഐഫോൺ ഓർ PC. അതിപ്പോൾ വേണ്ട. ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ട. ഞാൻ ഹോട്ട്സ്പോട്ടിൻ്റെ കാര്യം നോക്കുകയാണ്. ഹോട്ട്സ്പോട്ട് ഹോട്ട്സ്പോട്ട് സെറ്റിങ്സ് നോക്കുമ്പോൾ പാസ്വേഡ് എന്തൊക്കെയോ കണവണമെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ ഇതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം അല്ലാതെ ഗൂഗിൾ എന്ന് പറയണത് ചിലതൊക്കെ സ്പോൺസർ ചെയ്യണ ഗൂഗിൾ തന്നെയാണ്. ഗൂഗിൾ ഫയൽ, Gmail, മാപ്സ്, ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യണതും, യൂട്യൂബ്, ഫോട്ടോസ്, ഗൂഗിൾ ഫോട്ടോസ്, GPay ഉൾപ്പെടെ നമുക്ക് അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആപ്പ് അടിപൊളി ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ജിമ്മിനി എന്തൊരു സാധനമാണ്. മറ്റേ മാരുതിക്ക പേര് കൊടുക്കണ പോലെ ഉണ്ട്. ജിമ്മിനി എന്തൊരു സാധനമാണല്ലോ. ഹലോ ജിമ്മിനി. അത് തന്നെ സാധനം. ഇവിടെ ഉണ്ട് സാധനം, കിടപ്പുണ്ട് ഇവിടെ. ഞാൻ ഇപ്പോൾ ഇത് എടുക്കാത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇത് ആരെയാ കാണിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആരെയും അറിയിച്ചിട്ടുണ്ടായില്ല. തനിയെ എൻ്റെ ഡിസിഷൻ വെച്ച് തന്നെ ഞാൻ ഫോൺ എടുത്താണ്. വീട്ടിലെ അച്ഛനും അമ്മയും പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഫോൺ എടുത്ത കാര്യം. പിന്നെ കഴിവതും ഇതാരും ആവർത്തിക്കരുത്. പിന്നെ ആരും ഇതേപോലെ അനുഗ്രഹിക്കരുത്. ഇത് നമ്മൾ ചെയ്യണതൊക്കെ ശരിയല്ല. പിന്നെ നമുക്ക് വേറൊന്നും കൊണ്ടല്ലോ ഈ ഫോണിനോട് ഇഷ്ടം ഉണ്ടായിട്ടാണ് നമ്മൾ വേഗം പോയിട്ട് സ്പോണ്ടാനിയസ് ബൈയിങ് ആയിട്ടൊക്കെ വന്നത്. സ്പോണ്ടാനിയസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബൈ ചെയ്ത് വാങ്ങിച്ച് നമ്മൾ വന്നു. പിന്നെ ഇത് നോക്കുമ്പോൾ വേറെ എന്താ ഉള്ളത്? പിന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. കുറച്ച് സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാനുണ്ട്. ഫേസ്ബുക്കുണ്ട്, വാട്സപ്പും ഇൻസ്റ്റയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്ന ഓപ്പോ A5Xൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ. പിന്നത്തെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതാരും ഇത് അനുഗ്രഹിക്കരുത്. ഞാൻ പിന്നെയും പറയാണ്, കാരണം ഇതൊക്കെ ചെയ്യണത് തെറ്റാണ്. കൂടെ അച്ഛനും അമ്മയുടെ ഒക്കെ ഒപ്പം പോയി മേടിച്ചാൽ മതി. ഇതൊക്കെ
നമ്മൾ ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ നമ്മൾക്ക് പിന്നെ എല്ലാം ഒക്കെയാണ്. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലായതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ വാങ്ങിച്ചു. സൂപ്പർ ഫാസ്റ്റാണ് തോന്നണം, എനിക്ക് തോന്നണില്ല എന്നല്ല, സോറി, തോന്നണാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്ത് നോക്കട്ടെ ഇതെങ്ങനെ ചാർജ് ആവണമെന്ന്. നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാണ്. പോട്ടെ പോയി. അത് പെട്ടെന്ന് കയറുമെന്നാണ് ഇതിൽ കാണിക്കണത്. ഒരു മിനിറ്റ് വേണമെങ്കിൽ ഞാൻ വീണ്ടും ഓഫ് ചെയ്ത് നോക്കട്ടെ കേട്ടോ സാധനം. അപ്പം ആൾ ഓണായി വരും, നോക്കിക്കോട്ടാ. അതപ്പം തന്നെ പോകട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു ഇതാണ്. ഞാനിത് വീണ്ടും പറയുകയാണ് ഞാൻ നിങ്ങളോട്, ഇതാരും ഇങ്ങനെ ആവർത്തിക്കരുത്. ഇത് നമ്മൾ ഒറ്റയ്ക്കായാലും അങ്ങനെ പോയി മേടിക്കാനും പാടില്ല എന്നാണ് നമ്മുടെ പടച്ചവനൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കണത്. സത്യത്തിൽ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതും തെറ്റ് തന്നെയാണ്. ഞാൻ അച്ഛനോടും അമ്മോടും പറയാണ്ടാണ് ഈ സാധനമൊക്കെ മേടിച്ച് കൂട്ടിയത്. സത്യത്തിൽ റോങ് തന്നെയാണ് ഞാൻ ചെയ്തത് മൊത്തം. പിന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മേടിച്ചൊക്കെ തരും, പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു വൈബ് പോലെ കിട്ടുന്നില്ല. വേഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാർ പല അച്ഛനും അമ്മമാർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു വാക്കുകൾ. വേഗം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു എന്താ പറയുക, നമ്മൾ മേടിച്ച് ആ ഒരു ശാന്തമായിട്ട് വരാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണത് ശരിയല്ല എന്നൊക്കെ തോന്നും. പിന്നെ ഇതാരും ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതാരും ഇങ്ങനെ ആവർത്തിക്കരുത്. ഇത് സത്യത്തിൽ റോങ് തന്നെയാണ്. പിന്നെ നമ്മൾക്ക് പിന്നെ ഓരോ ഇതിലും ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസൊക്കെ വെച്ച് നോക്കുകയാണ്, അതുകൊണ്ടുള്ള ഇതാണ്. പിന്നെ ഞാനിതും ആരും ഇത് ആവർത്തിക്കരുത്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ Oppo A5X ഞാൻ തിരിച്ചകത്തോട്ട് തന്നെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ എന്തായാലും ഉപയോഗിക്കണില്ല. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേക്കായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. കുറച്ച് ദിവസമല്ല, ചിലപ്പോൾ നാളെ തന്നെ ഉപയോഗിക്കും ഞാൻ, ഉറപ്പാണത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ Oppo 5Xനോട് നമ്മൾ പോണു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. Oppo 5X ആയിട്ട് തന്നെ ഇനിയും നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ആ പെർഫോമൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇതിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ബൈ.